ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുർക്കുറയാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സാൾട്ട് ഇട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ റവയാണ് എടുക്കുന്നത്. നമ്മുടെ ഉപ്മാവൊക്കെ എടുക്കുന്ന തരിയാണ്. അങ്ങനെ ഉപ്മാവാക്കാൻ എടുക്കുന്ന തരി, അങ്ങനെ അത് കുറച്ച് ഒരു കപ്പിൽ കൂടുതൽ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിടാം. റവ ഇട്ട് കഴിഞ്ഞ പാട് എന്നെ കൈവിടാതെ നന്നായിട്ട് ഇളകി കൊടുക്കാം ഗൈസ്. ആ ഒരു പാനിൽ നിന്നൊരു വിട്ട് വരുന്നൊരു കൺസിസ്റ്റൻസി എത്തുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കാറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ന്യൂസ് പേപ്പർ എങ്ങാനും വിരിച്ചിട്ട് ഇങ്ങനെ തണിയാൻ വെക്കാം. കുറച്ച് നല്ലവണ്ണം തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാവ് പോലെ ഒരു നല്ല ഡോ ആക്കിയിട്ടെടുക്കാം. അതോടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതുപോലെ ആക്കിയിട്ട് ബോൾസോ അല്ലെങ്കിൽ കുർക്കുറേൻ്റെ ഷേപ്പോ എന്തെങ്കിലും ആക്കിയെടുക്കാം. ഞാനിവിടെ 2 ഷേപ്പിലാണ് ചെയ്തത്. ഇങ്ങനെ കുറച്ച് ബോൾസ് ആക്കിയിട്ടും പിന്നെ നമ്മുടെ കുർക്കുറയുടെ ഷേപ്പുമായിട്ട് ആണ് ചെയ്തെടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മായി കാറി നിറച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ബാക്കി പണിയും കൂടെ ചെയ്തു. ആദ്യമൊക്കെ നല്ല ഇഷ്ടമാണ് കുക്കിംഗ് എനിക്ക്, പക്ഷേ പകർത്തി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൈവേദന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൂടെ നന്നായിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ ആയി നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട്. അങ്ങനെ അത് കുറച്ച് പ്ലേറ്റിലിട്ടിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് സാൾട്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുളക് പൊടി ഉപ്പും മാത്രം ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് മസാല കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ ചാറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. ബട്ട് അത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഈ ഒരു ക്രിസ്പി ലേസിന് കിട്ടും കേട്ടോ. അങ്ങനെ അതുകൂടെ ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ സാധനം കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെയോ കൈ വരുമായിരുന്നു ഗൈസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഗൈസ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് അത്രയും അടിപൊളി ഒരു കുർക്കുറയുടെ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.